കട്ടപ്പന നഗരസഭയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ കോൺഗ്രസിൽ കൂട്ടയടി. മുൻ എം.എൽ.എ. ഇ.എം. അഗസ്തിയും യു.ഡി.എഫ് ജില്ലാ കൺവീനർ ജോയ് വെട്ടിക്കുഴിയും മത്സരിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. നേതാക്കൾ രഹസ്യകേന്ദ്രത്തിലിരുന്ന് ചർച്ച ചെയ്താണ് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിന് രൂക്ഷ വിമർശനവുമായി കെ.പി.സി.സി സെക്രട്ടറി തോമസ് രാജൻ രംഗത്ത് വന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിനകത്തെ പോര് മുറുകുകയാണ്. മുൻ എം.എൽ.എ. ഇ.എം. അഗസ്തിയും യു.ഡി.എഫ് ജില്ലാ കൺവീനർ ജോയ് വെട്ടിക്കുഴിയും മത്സരിക്കുന്നതോടെ കെ.സി. വേണുഗോപാൽ പക്ഷം എതിർപ്പ് പ്രകടിപ്പിച്ചു. അതേസമയം സ്വത്ത് ഭാഗം വെക്കും പോലെയാണ് ജില്ലയിൽ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതെന്ന രൂക്ഷ വിമർശനവുമായി കെ.പി.സി.സി സെക്രട്ടറി തോമസ് രാജൻ രംഗത്ത് വന്നു. കോൺഗ്രസ് സംവിധാനമനുസരിച്ച് വാർഡ്, മണ്ഡലം, ജില്ലാ കമ്മിറ്റികളിൽ ചർച്ചകൾ നടത്തിയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. എന്നാൽ കട്ടപ്പന നഗരസഭയിൽ ഇ.എം. അഗസ്തിയുടെയും ജോയ് വെട്ടിക്കുഴിയുടെയും നേതൃത്വത്തിലുള്ള നേതാക്കളുടെ സംഘം രഹസ്യ കേന്ദ്രങ്ങളിൽ ഇരുന്നാണ് തീരുമാനമെടുത്തതെന്നും തോമസ് രാജൻ പറഞ്ഞു. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചർച്ച നടക്കാത്ത സാഹചര്യത്തിൽ കെ.പി.സി.സി നേതൃത്വം ഇടപെടണമെന്നും തോമസ് രാജൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ അറിവോടെ ജില്ലയിൽ പണം കൈപ്പറ്റി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയാണെന്ന വിമർശനമുന്നയിച്ച് ഡി.സി.സി അംഗം ഇൻഫന്റ് തോമസ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. കട്ടപ്പന നഗരസഭയിൽ മാത്രം 12 ഡിവിഷനുകളിലാണ് വിമത വിഭാഗം പത്രിക നൽകിയത്. കൈരളി ന്യൂസ്, ഇടുക്കി.